അവളെങ്ങ് വിട്ടുന്ന എന്റെ കുണ്ടിയുള്ള മോന്തക്കിട്ട് വരച്ചു. ആര് എന്ത് സഹിക്കൂല. ആരെയാ പെറ്റത്താളെ സഹിക്കാത്ത നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആരെയാന്നറിയാ? ആ ഭരതനാട്യം കളിക്കുന്ന മോഹിനിയാട്ടം കളിക്കുന്ന ആണിനും പിന്നെ അതുപോലെ ഭരതനാട്യം കളിക്കുന്ന പെണ്ണിനും ഏത് വേണമെന്നറിയാം? കറുത്ത പെണ്ണ്. അവരൊന്നും പെറ്റത്താളെ സഹിക്കൂല. നോക്കിക്കോ. അറിയില്ലായിരുന്നു അങ്ങനൊക്കെ സംഭവം ഉണ്ടാ? കറുത്ത കുട്ടിയായാലും വെളുത്ത കുട്ടിയായാലും ഞാൻ പറഞ്ഞില്ലേ ഇത് ലാസ്റ്റാണ്. ഇനി ഞാൻ കഥ കടക്കും. ഓക്കെ, ഇനി ഞാൻ കഥ കടക്കും. അപ്പൊ എല്ലാവർക്കും നമ്മളെ ഭരതനാട്യം ചേച്ചിയുടെ വെള്ളഭാമ മനയിലേക്ക് സ്വാഗതം. ഇതാണ് ഇപ്പൊ ഏകദേശം ഒരാഴ്ചന്റെ മുകളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സാംസ്കാരിക കലാകാരന്മാരും പിന്നെ അതേപോലെ തന്നെ രാഷ്ട്രീയക്കാരും പിന്നെ എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എടുത്തിട്ട് ട്രോളി സ്പേസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയൊന്നും ഈ അടുത്ത കാലത്തൊന്നും മൂപ്പർക്ക് നമ്മളെ ഭൂമിയിൽ ഇറങ്ങാൻ പറ്റും തോന്നുന്നു. കാരണം അങ്ങനത്തെ രീതിയിലുള്ള എന്താ പറയാ വർണ്ണ വിവേചന പരാമർശങ്ങളാണ് ഈ വെള്ളച്ചി പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഞാൻ പറയുന്നില്ല കേട്ടാ, നിങ്ങളൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടാവും. കാരണം അത്രത്തോളം വയറിലും എയറിലും ഒക്കെ ആയിരുന്നു. ഇപ്പൊ ആളിപ്പം ഇവിടെ അല്ല, സ്പേസിലാണുള്ളത്. എന്താ സംഭവം നമുക്ക് കണ്ടറിയാം. ഇതാ കേട്ടോ. യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിനിടെയാണ് RLV രാമകൃഷ്ണന്റെ നിറത്തെക്കുറിച്ചും പ്രകടനത്തെക്കുറിച്ചും നർത്തകി അധിക്ഷേപ പരാമർശം നടത്തുകയാണ്. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കയുടെ നിറം വെളുപ്പലയുടെ കറുപ്പ. നെക്സ്റ്റ്, തലക്ക് സുഖല്ലാണ്ടായ എന്താ ചെയ്യാ? ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോയി പെട്ടെന്ന് സഹിക്കൂല. ഏതെങ്കിലും അമ്മ പ്രസവിക്കുന്ന സമയത്ത് സ്വന്തം മകനെ എന്താ പറയാ സഹിക്കാണ്ട് പ്രസവിക്കുന്നുണ്ട്. ഇതിൽ ഏത് കാട്ടിന്ന് വരുന്നതാണ്? അങ്ങനെ തന്നെ വേണം അല്ല. അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ മാത്രം അഭിപ്രായം പറഞ്ഞാൽ പോരല്ലോ. പൊതുജനങ്ങൾക്ക് രണ്ടാൾക്കും കൂടി നമുക്കൊരു അഭിപ്രായം ചാൻസ് കൊടുക്കുക, അഭിപ്രായം പറയാൻ. ഓക്കെ, അപ്പോൾ എന്തായി കഴിഞ്ഞാലും എല്ലാവർക്കും മിസ്റ്റർ മാസിലെ ന്യൂസ് ഡെസ്കിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ന്യൂസ് ഡെസ്കിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, സത്യഭാമ സ്പേസിൽ പോയതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവസരത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കേൾക്കാം. ആദ്യമായിട്ട് നമ്മൾ പ്രതികരിക്കാൻ പോകുന്നത് സന്തോഷ് തിരുവനന്തപുരമാണ്. സന്തോഷ്, എന്താണ് സത്യഭാമ അദ്ദേഹത്തിൻ്റെ ഇതേപോലെ വർണ്ണപര വിവേചനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? നമുക്ക് സന്തോഷ് തിരുവനന്തപുരം. ഇവരൊക്കെ അധ്യാപകൻ ആര് പറയുന്നത്? ഇവരൊക്കെ പിടിച്ച് ഊളം പാറയിലും കുട്ടിയോട്ടതാണ് ഇന്നത്തെ ഈ പ്രഭുത്വ കേരളത്തില് കട്ടാക്കും. പിങ്കി അങ്ങനെയാ, അവളിത്തിരി ദേഷ്യക്കാരിയാ. ഓക്കെ, പിന്നെ അടുത്തായിട്ട് നമ്മോട് രവീന്ദ്രൻ ആലത്തൂരാണ് ചേരുന്നത്. രവീന്ദ്രൻ ആലത്തൂർ, ഒരു എന്താ പറയാ പൊതുജനത്തിന്റെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ? നിങ്ങൾ കാണിക്കുന്ന വിഷനില് എനിക്ക് തോന്നുന്നത് ഇവര് അവരുടെ മുടി കറുപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം 10-65 വയസ്സുണ്ടെന്നാണ് എന്റെ അറിവ്. അപ്പൊ ഇവർ കറുപ്പിനോട് കറുപ്പൊന്നുമില്ല. തീർച്ചയായിട്ടും ശരിയാണ്. അപ്പൊ ഇവർ കറുപ്പില്ല, ഇവരുടെ ധിക്കാരമാണിത്. ശരിയായ ധിക്കാരാണ്. ഞാനൊരു കറുത്ത ആളാ, വേറെ ക്ഷമിക്കണം. അവളെങ്ങ് വിട്ടുന്ന എന്റെ കുണ്ടിയുള്ള മോന്തക്കിട്ട് വരച്ചു. അവളെങ്ങ് വിട്ടുന്ന എന്റെ കുണ്ടിയുള്ള മോന്തക്കിട്ട് വരച്ചു. അവളെങ്ങ് വിട്ടുന്ന എന്റെ കുണ്ടിയുള്ള മോന്തക്കിട്ട് വരച്ചു. പൊതുജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവസരം നമ്മൾ കൈയിരിക്കുകയാണ്. പ്രതികരിക്കുന്ന സമയത്ത് കുറച്ച് മാന്യതയിലൊക്കെ സംസാരിക്കാം കേട്ടോ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതൊക്കെ ഏത് നൂറ്റാണ്ടെന്ന് പാലം വെച്ചിട്ട് ഈ നൂറ്റാണ്ടിലേക്ക് കവച്ചു വെക്കുന്ന ആൾക്കാരെ കുയിലേക്ക് എടുത്ത് വെക്കാനായി. എന്നിട്ട് ഇതേപോലത്തെ വർഗീയ പരാമർശങ്ങളും എന്താ പറയുക ഇവരുടെ വർണ്ണ വെറിൻ്റെയും ഇതേപോലത്തെ എന്ത് അവതാരങ്ങളാണ്. ഇവർ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഞാൻ പറയില്ലേ, ആണിന് ഭരതനാട്യം കളിക്കാൻ പറ്റൂല. ഇനി പറ്റിയാൽ തന്നെ നല്ല സൗന്ദര്യം വേണം. കാല് കവച്ചു വെക്കാനൊന്നും പറ്റൂല, കാരണം ഹരിവിട്ട് അത്രമയാണ് പോലും. പിന്നെ പെണ്ണിനും പറ്റൂല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് ഫീസെല്ലാം വാങ്ങി ഭരതനാട്യം പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. കാരണം എന്താ, അവർക്ക് കറുപ്പല്ലേ. അതുകൊണ്ട് അവർ വലിയ കണ്ടത്തിലും കായലിലൊക്കെ പോയി കളിച്ചോട്ടതാണ് അമ്മച്ചീൻ്റെ നിഗമനം എന്ന് പറയുന്നത്. ഈ നാട്യശാസ്ത്രമാണല്ലോ ഭരതനാട്യത്തിനെ പറ്റിയിട്ടും പിന്നെ അതേപോലെ തന്നെ ഈ ഇവർക്കെല്ലാം എന്താ ആധാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിവരിക്കുന്നത്. അതിനാണല്ലോ ഇവരെല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. അതിലെവിടെയാണ് പരാമർശിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇവർ അഹങ്കാരം കണ്ടേ. അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞു. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ആര് ഒരു കുറ്റബോധമില്ല. ഞാൻ ഇനിയും പറയും. ഈ മാഡത്തിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമില്ല. ഔചിത്യം എന്നൊരു സാധനം ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം.
അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. കുറച്ചൊക്കെ ഔചിത്യമാണ്, അല്ലെങ്കിൽ വിടുവായിത്തരം ഇതേപോലെ പറയും. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ഇത്രത്തോളം വിടുവായിത്തരം വെട്ടിത്തരങ്ങളും വിളിച്ച് പറയില്ലേ, എനിക്ക് ഒരു കുറ്റബോധമെങ്കിലും കുറച്ചെങ്കിലും ഉണ്ട് എൻ്റെ വെള്ളം വെച്ച്. ഒരു കുറ്റബോധമല്ലേ, ഞാൻ ഇനിയും പറയും. ഇനിയും പറയും പറഞ്ഞാൽ പറയും, അത്ര തന്നെ. ഞാൻ ഇനിയും പറയും, അതിലൊന്നും ഒരു കുറ്റബോധമില്ല. ഞാൻ പറഞ്ഞില്ല, ഇവർ അഹങ്കാരത്തിൽ നിന്ന് കണ്ണിയും നടക്കൂല. ഇവർക്ക് ചില പ്രത്യേകതകൾ വേറെയുണ്ട്. അമ്പലത്തിന് ഉത്സവത്തിന് മുമ്പ് കറുത്താനെന്ന് പോലെ ഐരാവതം, ഇനി ഐരാവതമൊന്നും ഇല്ലെങ്കിൽ നല്ല പൊട്ടിയിട്ട് വെളുപ്പിച്ച് ആനയായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ മരിച്ചിട്ട് നമ്മളെ ഇത് കൊടുക്കൂലേ, എന്താ ഇനി പറയാ, ഈ കാക്കയെല്ലാം വന്നിട്ട്, അതിന് കാക്കൊന്നും പറ്റൂല. ഇവർക്കെല്ലാം പ്രിവിലേജ് ഉണ്ട്, കൊക്ക് വന്നിട്ട് എടുക്കുക. കാരണം കാക്ക കറുപ്പല്ലേ, കൊക്കല്ലേ വെളുപ്പ്, അതുകൊണ്ട് വെറും മൂശാട്ടി തന്നെയാണ്. പിന്നെ ഈ വാക്കൊക്കെ ലൈസൻസിലാണ് പറയുന്നില്ല, കുറച്ചൊക്കെ മാന്യതയോടെ സംസാരിച്ചൂടെ? സ്വന്തം അഭിപ്രായത്തിന് സംസാരിക്കുന്നു. എന്റെ മന എന്റെ വീടാ കേട്ടോ, മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ. നീ ആരാന്നാ നിന്റെ വിചാരം? ഈ അഹങ്കാരമൊക്കെ അങ്ങ് കോഴിപ്പള്ളിയിൽ വെച്ചിട്ട് വന്നാൽ മതി കേട്ടോ. പറയാതെ കേൾക്കുമ്പോ മര്യാദയായിട്ട് കേട്ടിട്ട് പോകണം. മര്യാദയ്ക്ക് പറഞ്ഞാൽ മര്യാദയ്ക്ക് കേൾക്കും. വല്ല ആവശ്യമുണ്ടോ? എന്തെന്നാണ് ഒരാള് ചോദിക്കുമ്പോ പിന്നെ അതിന് ഇടയിൽ കയറി എന്തിനാടോ ഇടയിൽ കയറി ചോദിക്കുന്നത്? ആള് നല്ല ചൂടിലാന്ന് തോന്നിട്ടാ. പിന്നെ സത്യഭാമേച്ചി, നിങ്ങളെ ഒപ്പമുള്ള ആ ചാർത്തപ്പെട്ട കലാമണ്ഡലം എന്നുള്ള ആ സ്ഥാനം എടുത്ത് കളയാണെന്ന് കേട്ടു, ശരിയാണോ? പിന്നെ അതെടുത്ത് കളയാൻ ആരെ കൊണ്ട് സഹിക്കില്ല. ഞാൻ അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്താണ്. എങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് കറുത്ത പെൺകുട്ടിയാണെന്നൊക്കെ ഫീസ് മേടിച്ച് അവരൊന്നും പരിപാടിക്കൊന്നും വിടൂല. കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് കേട്ടാ കലാമണ്ഡലം എന്നുള്ള ആ സ്ഥാനം. അതുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ വിട്ടുകൊടുക്കൂല. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് സത്യഭാമേച്ചി, അതായത് സൗന്ദര്യമാണ് എന്താ പറയുക മോഹിനിയാട്ടത്തിന് മോഹിനി ആയിരിക്കണം എന്നല്ല പറയുന്നത്. അപ്പോൾ താങ്കൾ മോഹിനിയാണെന്ന് തോന്നുന്നുണ്ട്. ഈ പുട്ടിവെളുപ്പൊക്കെ പോയി കഴിഞ്ഞാൽ താങ്കൾ മോഹിനിയാണോ? പിന്നെ എങ്ങനെയാണ് താങ്കൾ ഈ പദവിയിലും അർഹതയിലും എത്തിച്ചേർന്നത്? അല്ല, ഞാൻ ഇപ്പൊ 66 വയസ്സായിട്ട് ഇങ്ങനെ ഇരിക്കണില്ലേ, അതെനിക്ക് എന്നെ ആരും കെട്ടണ്ട. എന്നെ ഇനി ആരും കെട്ടണ്ട. ഒരു അല്ലാണ്ടെന്ന് പറയാനല്ലേ. അല്ല, ഞാൻ ഒരു വേറൊരു കാര്യം കൂടി ചോദിക്കാണ്ട് എനിക്ക്. കാരണം വെച്ചാൽ താങ്കൾ എന്തായാലും മോഹിനിയാട്ടത്തിലൊക്കെ എന്താ ആ പദവിയുടെ പേരെന്താ, പിന്നെ കലാമണ്ഡലം, കലാമണ്ഡലം പദവിയിലൊക്കെ നിൽക്കുന്ന ആളല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും കലയോടൊക്കെ ഇത്ര കൂറും കടപ്പാടൊക്കെ ഉള്ള ആളല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കൾ ഇതേപോലുള്ള വർഗീയ പരാമർശങ്ങൾ, തീ തുപ്പുന്ന വർണ്ണവെറിയുടെ വിവേചനം ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നതൊക്കെ ശരിയാണോ? അതൊക്കെ താങ്കളുടെ സംസ്കാരത്തിനോട് യോജിച്ചതാണ്. എന്താ ഞാൻ സൗന്ദര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ജേർണലിസ്റ്റ് എടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന തൊഴിലല്ല ഇത്. ഇതിന് അത്യാവശ്യം സൗന്ദര്യം, കുറച്ച് കാര്യങ്ങളും ഇതിനകത്തൊക്കെ. കറുത്തതല്ല എന്നുള്ളത് ഞാൻ എന്റെ ഭർത്താവും ഞാനും കൂടെ തീരുമാനിക്കല്ലേ, നിങ്ങൾ തീരുമാനിക്കണ്ട. അതെങ്ങനെ? ഞാൻ കലാമണ്ഡലത്തിലാണ് പഠിച്ചത്. ഞങ്ങൾക്ക് തിയറിയിലെ ഞങ്ങൾ ഡിപ്ലോമ ഒക്കെ എടുത്തവരാ. അപ്പോ ഈ ഡിപ്ലോമയുടെ താഴെ ആയിരിക്കൂലേ നമ്മളെ മണിച്ചേട്ടൻ്റെ അനിയന്റെ എന്താ പറയുക ഡോക്ടറേറ്റ് എന്നൊക്കെ പറയുന്നത്? പറയാൻ പറ്റൂല. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. മൂപ്പര് കലാമണ്ഡലത്തിലും ഡിപ്ലോമ ഒക്കെ എടുത്ത ആളല്ലേ, അതിലൊക്കെ പഠിച്ചിട്ട്. പക്ഷെ എനിക്ക് പറയാനുള്ള വെച്ചാൽ ആ സമയത്ത് കുറച്ച് ബയോളജിയിലും പഠിക്കണമായിരുന്നു. എന്നാലേ നമുക്ക് പ്രസവിക്കുന്നതിന് മുമ്പ് കുട്ടികൾ ഏത് നിറത്തിലുണ്ടാകുമെന്ന് നമുക്ക് അറിയാൻ പറ്റുക. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല, ഞാൻ വേറെ കാര്യം ചെയ്യിക്കോട്ടെ. ഈ പ്രശ്നമൊക്കെ നടന്നതിൻ്റെ ശേഷമല്ലേ ഈ പുട്ടിഭാമനെ ഈ സത്യഭാമനെ നമുക്ക് അറിയുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ ഏത് ഏത് വെള്ള കാട്ടിലായിരുന്നു? ഇതുവരെ നിങ്ങൾ എന്നെ വല്ലവരും കണ്ടിട്ടുണ്ടോ? ഈ നിൽക്കുന്ന ആർക്കെങ്കിലും കലാമണ്ഡലം സത്യഭാമ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന കണ്ണായ സ്ഥലമാണ്. ഈ നിൽക്കുന്ന ആരെങ്കിലും എന്നെ അറിയാവോ? എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല? എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല? അതിപ്പോൾ നമ്മളോട് ചോദിക്കേണ്ടത്. അറിഞ്ഞില്ല വെച്ച് കഴിഞ്ഞാൽ കയ്യിലിരിപ്പുണ്ടല്ലോ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഈ 60 വയസ്സായി എപ്പോഴാണ് നമ്മൾ അറിയുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം ഒരു സെലൂട്ട് കൊടുക്കാനുള്ള വെച്ച് ഈ സത്യഭാമച്ചിൻ്റെ തുപ്പലും കേട്ടിട്ട് ഇത്ര സഹായി കേട്ട് നിൽക്കുന്ന ആ മാധ്യമ പ്രവർത്തകർ, അവർക്കൊരു ബിഗ് സെലൂട്ട്. എന്താ ഇതിന് മുമ്പെങ്ങായിരുന്നു നമ്മൾ സത്യഭാമ ചേച്ചിനെ അറിഞ്ഞിരുന്നെങ്കിൽ വേറെ ലെവലായാനെ. ഞാൻ ചോദിക്കട്ടെ, സങ്കടം, സന്തോഷം, കറുപ്പ്, വെളുപ്പ്, രാവ്, പകല്, ഇതൊക്കെ എന്തിനാ വാക്കുകൾ? പിന്നെ ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഈ വാക്കുകളൊക്കെ? അല്ല, പിന്നെ ഇതിനൊക്കെ എന്താ പറയാ വാക്കുകളില്ലാണ്ട്?
ഇത് പണ്ടത്തെ ആംഗ്യ ഭാഷ എന്ന് പിന്നെയും തുടങ്ങണം. നാട്യശാസ്ത്രത്തിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ പഠിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ. ഇയാള് നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടോ ഇയാള്? കറുപ്പിനെ പറ്റി ഭരതനാട്യത്തിൽ കറുത്ത കളറുള്ള ആളുകൾക്ക് പറ്റില്ല നാട്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട് എന്നാണ് നമ്മളെ സത്യഭാമേച്ചി പറഞ്ഞത്. ഈ പൊട്ടിയിട്ട് ചേച്ചിക്കല്ല ഇല്ലെങ്കിൽ നിർത്തിക്കൂടെ ഇതേപോലത്തെ വർണ്ണകുറിയും പരിപാടിയും കാര്യങ്ങളൊക്കെ. സോഷ്യൽ മീഡിയ ഇത്രത്തോളം വിചലിപ്പിച്ച കാലത്ത് ഇതേപോലത്തെ വീടുവായത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും നിലത്ത് നിൽപ്പിക്കും. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പരമശിവൻ വന്ന് പറഞ്ഞാൽ പോലും ഒരു പക്ഷേ എന്താ പറയുക, മൂപ്പര് കേൾക്കണമെന്നില്ല. കാരണം ഇത്രത്തോളം പ്രശ്നമായിട്ട് പോലും മൂപ്പര് നിലപാട് തന്നെ ഉറച്ചു നിന്ന് കരുതുകൊണ്ടാണ്. പക്ഷേ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, പരമശിവനും ഡയറക്റ്റ് വന്നിട്ട് പോലും കാര്യം നടന്നിട്ടില്ലേ. ഇതാ നോക്കിക്കോ. ഹലോ ഗൈസ്, ഞാൻ ഭഗവാൻ പരമശിവൻ. പണ്ടാരടങ്ങാനായി ആ കലാമണ്ഡലം സത്യഭാമ പ്രാർത്ഥിച്ചപ്പോ ഒന്ന് അറിയാണ്ട് പ്രത്യക്ഷപ്പെട്ടു പോയതാ. നൃത്തമൊക്കെ അടിപൊളിയാണെങ്കിലും കറുത്തിട്ടായതുകൊണ്ട് കാണാൻ സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് കുമ്മായത്തിലങ്ങ് മുക്കി. എന്റെ കലാമണ്ഡലം സത്യഭാമയെ ഞാനിനി എങ്ങനെ കൈലാസത്തിലേക്ക് തിരിച്ചു പോകുമാവോ? എന്താണ് സത്യഭാമ, ശിവനൊക്കെ ഇതേപോലെ ആക്കി നമ്മളൊക്കെ എന്ത് ചെയ്യാൻ? ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പഠിക്കാൻ പെൺപിള്ളേരിൽ കറുത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് പഠിക്കാനുള്ള ആഗ്രഹം വിഭ്രാന്തി കൊണ്ടും അങ്ങനെ വരുന്ന ആൾക്കാരെ മാഡം പഠിപ്പിക്കൂല? പരിശീലനം കൊടുക്കും. മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞാൽ പിന്നെന്തിനാണ് കണ്ടത്ത് കളിക്കണ്ടിട്ടാണ് ഇവരൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് പരിശീലനം അഭ്യസിക്കുന്നത്? മേഡത്തോടൊപ്പം കലാമേഖലയിലുള്ള ആരെങ്കിലും വിളിച്ച് ഇക്കാര്യത്തിൽ മേഡത്തിന് ഒരു പിന്തുണ നൽകിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാവും. അത് പിന്തുണയാണോ വേറെ എന്തെങ്കിലും ആണോ? വാല്യൂ വേണ്ട മേഡം? വേണ്ട, ഇഷ്ടം പോലെ ഉണ്ട്. കേൾക്കണോ നിങ്ങൾക്ക്? കേൾക്കണോ? ആ കേൾക്കണം. ഞാൻ പാട്ട് പാടുന്നത് കേൾക്കണോ നിങ്ങൾക്ക്? നിങ്ങൾക്കൊന്നും എന്നെ കുറിച്ചൊരു ചുക്കും അറിയില്ലടാ. ഞാൻ മേടിച്ചിട്ടേ പോകും. മോഹിനിയായിട്ട് മാത്രല്ല അടുത്തേക്ക് പിന്നെ ഇയാളെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടോ? ഒരുമാതിരി സ്റ്റാൻഡേർഡിലാ സംസാരിക്കരുത് കേട്ടോ. ഇങ്ങനെ അന്വേഷിക്കാനോ റിയാക്ഷൻ രാമോ, നീ ഒന്നേ കേട്ടോ. രാമോ ഇങ്ങ് വന്നേ. വൃത്തികെട്ട തള്ള. അതിന്റെ മോന്ത കണ്ടാ മതി, പട്ടി കഞ്ഞോളം പോലും കുടിക്കില്ല. ജാംബോന്റെ കാലത്തുള്ള മോറിസ് മൈനറിന്റെ മോച്ചായുള്ള ആ തള്ളയൊക്കെ കൊണ്ട് വല്ല എല്ലു പിടിക്കും കൊടുക്കണം. അടുത്തായിട്ട് നമ്മൾ തുടരുന്നത് ഈ ഒരു അവസരത്തിൽ പൊന്തി വന്ന ഇതിനു മുമ്പുള്ള ഒരു FIR-ന്റെ കോപ്പിയാണ്. അതായത് സത്യഭാമ തന്റെ മരുമകളെ പീഡിപ്പിച്ചു ശ്രീധരത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൂടുതൽ വാർത്തകളും അതിലേക്ക് കിടക്കാം. അടിമുടി അവളാണ്, അവളുടെ കൗടില്യങ്ങളുടെ കഥയാണ്. സ്ത്രീധനത്തിനായി ശാരീരികവും മാനസികവുമായി തന്നെ ഈ മരുമകളെ പീഡിപ്പിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമായി തന്നെ പറയുന്നത്. മനുഷ്യബന്ധം, ദയ, കാരുണ്യം തുടങ്ങിയ വികാരങ്ങൾ ഇവൾ കന്യം. നേട്ടങ്ങളിൽ മാത്രമാണ് നോട്ടം. കീഴടക്കല്ലാണ് ഇവളുടെ സംതൃപ്തി. സൗന്ദര്യമാണ് ഇവളുടെ വജ്രായുധം. മനസ്സിലായതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 35 പവൻ നേരത്തെ തന്നെ സ്ത്രീധനമായി ഇവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഒരു ഘട്ടത്തിൽ ഇവർ കൈക്കലാക്കുകയും ചെയ്തു. പിന്നീട് കൂടുതൽ സ്ത്രീധനം വേണമെന്ന കാര്യത്തിൽ മാനസികമായി ഈ മരുമകളെ പീഡിപ്പിക്കാൻ തുടങ്ങി. തന്റെ മകന്റെ താലി നിന്റെ കഴുത്തിൽ വേണ്ട എന്ന് ആക്രോശിച്ചുകൊണ്ട് പറയുകയും താലി പൊട്ടിക്കുകയും ആ മരുമകളുടെ മുഖത്ത് ആഞ്ഞു തന്നെ അടിക്കുകയും ചെയ്തു. സത്യഭാമയുടെ മകനോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. മോൻ ഇവിടുത്തെ ചെക്കനാ? അതെ. കല്യാണം കഴിച്ചതാണോ? ഇല്ല. എന്നാ മോന്റെ തള്ള ചത്തിട്ട് കല്യാണം കഴിച്ചാ മതി. നിന്റെ കെട്ടിയോൾക്ക് സ്വൈരം കിട്ടണമെങ്കിലേ ഒടുവിൽ നീ നിന്റെ തള്ളേനെ തട്ടേണ്ടി വരും. നിലവിൽ 1-ാം പ്രതി സത്യഭാമയുടെ മകൻ അനൂപും 2-ാം പ്രതി സത്യഭാമയും എന്നുള്ളതാണ്. അതാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യഭാമ മേഡം നല്ല കോമഡി ആയിട്ട് കാര്യങ്ങളിൽ എത്ര ട്രോളറിയായി ഇതാ വീഡിയോസ് ഒക്കെ വരുത്തി. കാരണം വെച്ചാൽ ആരും പിന്തുണയൊന്നും കൊടുക്കുന്നൊന്നുമില്ല. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതേപോലത്തെ ഞാൻ പറയാം സാക്ഷരതയുള്ള കേരളത്തിൽ ഇതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ് ഏറെ കയറ്റിയിട്ട് വെറുപ്പിച്ചിട്ട് ആ രീതിയിലാക്കണം. ഇപ്പം എന്തെല്ലോ കേസൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. പിന്നെ എന്താ 316 അങ്ങനെ എന്തോ ഒരു കേസും പരിപാടിയൊക്കെ ഉണ്ട് പോലും ഇതിന്. കാരണം വെച്ചാൽ 5 വർഷം വരെ കൂടുതൽ എന്താ കാലാവധിയാണ് ഇങ്ങനെ എന്തോ ഉണ്ട്. പിന്നെ ന്യൂനപക്ഷമല്ല ഇതേപോലെ ഭരണപരയും പരിപാടിയും കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ പൊതുജനത്തിൻ്റെ ഇടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചുരുങ്ങിയത് 6 മാസം വരെ തടവുണ്ട്. പക്ഷേ ഇതൊക്കെ മൂപ്പർക്ക് ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇത്രത്തോളം പ്രശ്നം നടന്നതിന് ശേഷം. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് അടിപൊളി വ്യത്യസ്തം വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വരും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. അവളെങ്ങ് വിട്ടുവന്ന എന്റെ കുണ്ടി അവളുടെ മോന്തക്കിട്ട് വരച്ചു. കട്ടിയിടൂ.